ഹായ് ഗായ്സ്, പിക്സൽവേഴ്സുമായിട്ടുള്ള ചില അപ്ഡേറ്റ്സുകൾ പറയാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പിക്സൽവേഴ്സിൻ്റെ വെബ്സൈറ്റിൽ ചില ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. സോ ആപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാം. സോ ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഭാഗം വന്നിട്ടുണ്ടാവും. സോ അവിടെ നമ്മളുടെ യൂസർ നെയിം, അതുപോലെ നമ്മുടെ ടെലഗ്രാം, അതുപോലെ ട്വിറ്റർ, ഡിസ്കോഡ് ഇതൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആ പോയിൻറ്റ്സാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഞാനിവിടെ 15 ലെവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് കയറാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിക്സൽവേഴ്സ് ആപ്പിൻ്റെ പ്രൊഫൈലിൽ താഴെ ഡാഷ്ബോർഡ് എന്നുള്ള ഭാഗം കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താലും ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റായിട്ട് കയറാൻ പറ്റുന്നതാണ്. സോ അവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പറയുന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മളിതിൽ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫൈലിൽ എഡിറ്റ് ചെയ്ത് ആ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് കുറച്ച് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഓപ്ഷൻസിൽ ടാസ്ക് എന്ന് കാണാൻ പറ്റും. ഈ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. ഓരോന്നിനും എത്ര പോയിൻറ്റ്സ് വെച്ചാണ് കിട്ടുന്നത് എന്നുള്ളത് അതിൻ്റെ താഴ്ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. 3000, 1000 പോയിൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ $50,000 ഗിവ് ട്രസ്റ്റ് വാലറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ പോസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ റീട്വീറ്റ് ചെയ്യുന്നതിന് 1000 പോയിൻറ്റ്സ് വെച്ചാണ് കൊടുക്കുന്നുണ്ട്. അതുപോലെ വാലറ്റിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനും 1500 പോയിൻറ്റ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ലൈക്ക് ആൻഡ് കമൻറ്റ് വീഡിയോ അബൌട്ട് പിക്സൽവേഴ്സുമായിട്ടുള്ള വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. അത് ലൈക്ക് ചെയ്യുക, അതിലൊരു കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ വേണ്ടി വരും. അതിവിടെ അടിച്ചു കൊടുത്താൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് അത് ആ ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഭാഗം വന്നിട്ടുണ്ടാകും. അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ $50,000 ഗിവ് OKX വാലറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിന് OKX വാലറ്റുമായിട്ട് ഈ ഒരു വെബ്സൈറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. സോ അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകളാണ് പിന്നെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സോ റിവാർഡ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാസ്കിൽ കുറച്ചധികം ടാസ്കുകൾ വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. അതുപോലെ മറ്റേത് ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. നിങ്ങളാരും ചെയ്തതായിട്ട് കാണുന്നില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയം തന്നെയാണ്, ഇതിൽ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഗിവ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇതിലെ മെയിൻ ബാലൻസ് അനുസരിച്ചാണ് നമുക്ക് ഗിവ് നൽകുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ അധികം എന്ത് ചെയ്യേണ്ട, ഈ പെറ്റ്സിനെ വാങ്ങാനും ഗെയിമിൽ സ്പെൻഡ് ചെയ്യാനും നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പെറ്റ്സിനെ പതിയെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അതനുസരിച്ചാണ് നമുക്ക് ദിവസവും കിട്ടുന്ന ഡെയിലി ഇൻകം ഇവിടെ കാണിക്കുന്നുണ്ട്. 6.25 മില്യൺ ആണ് ഇതിലുള്ളത്. സോ അത് കൂടണമെങ്കിൽ നമ്മൾ പെറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ നമുക്കിതിൽ ഗെയിം കളിച്ച് കോയിൻസ് കളക്ട് ചെയ്യാം. പക്ഷേ അത് വളരെ റിസ്ക്കാണ്. കാരണം ഓരോരുത്തരും വലിയ തോതിലാണ് അവരുടെ പെറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജയിക്കുക എന്നുള്ളത് റിസ്ക്കാണ്. താല്പര്യമുള്ളവർക്ക് കളിക്കാം, കളിച്ച് ജയിക്കാം. ജയിച്ചാൽ പോയിൻറ്റ്സ് കിട്ടും, തോറ്റാൽ പോയിൻറ്റ്സ് പോവും. അത് ശ്രദ്ധിക്കുക. സോ ഇത്തരം കാര്യങ്ങളാണ് പിക്സൽവേഴ്സുമായിട്ടുള്ള ഈ അപ്ഡേറ്റിൽ പറയാനുള്ളത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.